ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു യൂണിക്കോൺ 2012 മോഡൽ ബൈക്ക് ഒരു കോട്ടിങ് ചെയ്യാനായിട്ട് ഈ വാഷ് ഫാക്ടറി എന്ന ഷോപ്പിൽ കൊടുത്തായിരുന്നു. അപ്പം നല്ല അടിപൊളിയായിട്ട് ചെയ്ത് ഗ്ലാസ് പോലെ ആക്കിയിട്ടുണ്ട്. 55,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ആ ഒരു സന്തോഷത്തിൽ ഈ കാറും ഒന്ന് പോളിഷൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ അവരോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് വണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പം എത്തിയ കോലമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കാലിക്കട്ട് സരോവരത്തിനടുത്തുള്ള വാഷ് ഫാക്ടറി എന്നുള്ള ഷോപ്പിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇത് കുറേ നാളായിട്ട് എടുക്കാതെ ഇട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പൊടിയടിച്ചും കുറേ ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് തിരിച്ചിറങ്ങുമ്പോൾ എന്ത് കോലത്തിലാകുമെന്ന് കണ്ടിട്ട് പറയാം. അപ്പം ഞാൻ യൂണിക്കോൺ കൊടുത്തപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ജസ്റ്റ് കോമൺ ആയിട്ട് കൊടുത്തു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും നല്ല റിസൾട്ടാണ് കിട്ടിയത്. 1200 രൂപയായിട്ടുള്ളൂ. അത് കണ്ടപ്പോൾ കാറും ചെയ്യാമെന്ന് വിചാരിച്ചു. കാറിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. കാറിൻ്റെ കണ്ടീഷനൊക്കെ പോലെ ഇരിക്കും. അപ്പോൾ ഇവിടെ മെയിൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതും അവരോട് ചോദിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ ഓട്ടോമാറ്റഡ് കാർ വാഷിംഗ് ഉണ്ട്, അതുപോലെ ഡീറ്റെയിലിംഗ്, സെറാമിക്കും, അങ്ങനെ പല കോട്ടിങ്ങും ഉണ്ട്. അപ്പോൾ ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആ സൈഡെന്ന് പറയുന്നത് നമ്മുടെ എരഞ്ഞിപ്പാലത്തുനിന്ന് സരോവരം ത്രൂ ബേബി മെമ്മോറിയലിലേക്ക് പോകുന്ന റൂട്ടാണ്. അവിടെ നിന്ന് ബേബിയിലാണ് വരുന്നതെങ്കിൽ റൈറ്റിലേക്ക് തിരിയുമ്പോഴാണ് ഈ ഒരു സ്ഥലം എത്തുന്നത് കേട്ടോ. അപ്പോൾ പൊടിയടിച്ചിങ്ങനെ കിടക്കുന്ന ഒരു വണ്ടിയാണ് എൻ്റേത്. ഇതിൻ്റെ ഈ ഫ്രണ്ട് ഡോറിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പെയിൻറ്റ് പോയ പോലെ ഇരിക്കുന്നു. ഇതെന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാക്കി നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. അധികം സ്ക്രാച്ച് വലുതായിട്ടില്ലാത്തൊരു വണ്ടിയാണ്. അപ്പോൾ ഈ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മെയിനായിട്ട് അവർ പറയുന്നത് വണ്ടിക്ക് സ്ക്രാച്ച് ഉണ്ട്, പെയിൻറ്റ് റിമൂവ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് അതുപോലെ തെളിഞ്ഞ് നിൽക്കും. അതേസമയം ഇത്തിരി പഴക്കം കയറിയതോ ഇപ്പോൾ ആ തിളക്കം പോയതൊക്കെ ആയിട്ടുള്ളതിന് നല്ല നീറ്റാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഭയങ്കര സ്ക്രാച്ചുള്ള വണ്ടിയാണെങ്കിൽ ചിലപ്പം വൃത്തിയേട് കൂടത്തേ ഉള്ളൂ. ഇൻറ്റീരിയർ ജസ്റ്റ് ക്ലീനിങ് മാത്രമേ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ, അല്ലാതെ ഇൻറ്റീരിയറിൽ എക്സ്ട്രാ പരിപാടികളൊന്നും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ടെഫ്ലോൺ കോട്ടിങ് ചെയ്യുന്ന ബ്രോ. എന്താ പേരെന്താ? ഇപ്പം നമ്മുടെ വണ്ടിയിൽ ഞാൻ ആദ്യം കൊണ്ടുവന്നപ്പോഴേ ഈ ഒരു പാർട്ട് കാണിച്ചായിരുന്നു, ഡോറിൻ്റെ അവിടെ ഇങ്ങനെ ഇളകിയിരിക്കണേ. അത് നമ്മുടെ ഇവിടുത്തെ സെറാമിക്കിലോ അല്ലെങ്കിൽ ടെഫ്ലോണിലോ ഒന്നും തീരത്തില്ല അല്ലേ? ഇല്ല, സെറാമിക് ടെഫ്ലോൺ ക്ലിയറിൻ്റെ മേലെ ഒരു കോട്ടിംഗ് ആണ്. ക്ലിയറിൻ്റെ മേലിൽ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. ക്ലിയർ കൊണ്ടു പോയാൽ പെയിൻറ്റ് ഉള്ളിലേക്ക് ഇറങ്ങി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, പെയിൻറ്റ് അടിക്കുന്ന പിന്നെ ആ ഡോറ് പെയിൻറ്റ് അടിച്ചാലേ പെയിൻറ്റ് അടിച്ചാൽ കുറച്ച് പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഭയങ്കര ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്ന പുള്ളിയാണ് കേട്ടോ. ഹായ് ബ്രോ, എന്താ പേരെന്താ?
ഓക്കെ, നമ്മളെ വാഷ് ഫാക്ടറിയിൽ എന്തൊക്കെ ഫെസിലിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളിവിടെ? നോർമലി വാഷിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ പോളിഷിങ്, ഇന്റീരിയർ ക്ലീനിങ്, ഓക്കെ. ഇതൊക്കെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വാഷിങ്ങിനൊക്കെ ഉള്ള ഓഫേഴ്സ് ഒക്കെ എങ്ങനെയാ? വാഷിംഗ് നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് സൈസ് അനുസരിച്ചിട്ട്. ഓക്കെ. ഹാച്ച് ബാക്കിനാണെങ്കിൽ നമ്മുടെ റേറ്റിന് നമ്മുടെ മാർക്കറ്റിലുള്ളതിനായിട്ട് ഒരു കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് വരുന്നത്. 350 ആണ് ഹാച്ച് ബാക്ക്, സെഡാൻ 400, പിന്നെ വലിയ 7 സീറ്റേഴ്സിനൊക്കെ ആണെങ്കിൽ 500. കുറെ വാഷ് ഒരുമിച്ച് ഇങ്ങനെ ഓഫറായിട്ട് ബുക്ക് ചെയ്യുക അങ്ങനത്തെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? കസ്റ്റമേഴ്സിന് റെഗുലർ ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ പാക്കേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ. 4 വാഷ്, 8 വാഷ്, പിന്നെ 16 വാഷ്, 25 വാഷ് അങ്ങനെ കൊടുക്കും. 25 വാഷിന്റെ പാക്കേജ് വരുമ്പോൾ ഒരു 6,250 രൂപ ആ റേഞ്ചാണ് വരുന്നത്. 25 വാഷിന്. അപ്പോൾ ഏകദേശം ഒരു വാഷിന് 250 റുപ്പീസ് അങ്ങനെ വെച്ചിട്ട് ഒരു മന്ത്ലി ഒരു 4 വാഷിൽ ചെയ്യുന്നവർക്ക് ഒരു ചെറിയൊരു ലാഭം ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും. ഓക്കെ. അതുപോലെ ഇപ്പോൾ എല്ലാവർക്കും ടൈമാണ് പ്രശ്നം. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരാനോ അല്ലെങ്കിൽ ഒരാൾക്ക് വാഷ് ചെയ്ത് കിട്ടാൻ എത്ര ടൈം എടുക്കും? എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ? നമ്മളുടെ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 10 മിനിറ്റിനകത്തേക്ക് ഓരോ കാര്യങ്ങൾ കയറിക്കൊണ്ടിരിക്കും. 10 മിനിറ്റ് നമുക്ക് വാഷിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 20-25 മിനിറ്റ്സ് ആണ് വാഷിംഗ് ടൈം. 20-25 മിനിറ്റ്സ്. അത് ഓരോ കാറുകൾ ഓരോ തരത്തിലായിരിക്കുമല്ലോ. 20-25 മിനിറ്റ്സ് ആണ് വാഷിംഗ് ടൈം. അപ്പൊ നേരത്തെ ഈ ഒരു ടൈം പറഞ്ഞാൽ ബുക്ക് ചെയ്ത് വന്ന കറക്റ്റ് കസ്റ്റമേഴ്സ് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. രാവിലെ വിളിച്ചു പറഞ്ഞ ടൈം പറഞ്ഞു വരുന്നവരുണ്ട്. അതിനെ പറ്റി ഞങ്ങൾ പറയുന്നുണ്ട്, 1/2 മണിക്കൂർ 45 മിനിറ്റ്സ് മുമ്പ് ഞങ്ങൾ വിളിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ ബുക്കിംഗ് ഇടാൻ പറ്റും. അപ്പോഴേ ക്യൂ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കയറാൻ പറ്റും. അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്തു കൊടുക്കും. 1-2 കാറുകളുടെ മുന്നിലുണ്ടാവും, അതുകൊണ്ട് മാക്സിമം നമ്മൾ സ്പീഡാക്കി ചെയ്യാനുള്ള. ഓക്കെ. ചിലരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ഈ ഓട്ടോമാറ്റഡ് കാർ വാഷിംഗിൽ വണ്ടി കയറ്റുകയാണെങ്കിൽ ഈ സ്ക്രാച്ചസ് ഒക്കെ വരാറുണ്ടെന്ന്. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മളുടെ അത് ഫോം ബ്രഷ് ആണ് വരുന്നത്, മറ്റേത് ക്ലോത്തിന്റെ ബ്രഷുകൾ വരുന്നുണ്ടാവും. അപ്പൊ അതിലൊക്കെയാണ് നമ്മുടെ മണ്ണ് നമ്മൾ ഇങ്ങനെ ബ്രഷ് വീഴുമ്പോൾ അതിൽ സ്ക്രാച്ചുകളൊക്കെ വരുന്നത്. നമ്മളത് ഫോം ബ്രഷാണ്, അപ്പൊ അതിനകത്ത് സാധ്യതകൾ വരുന്നില്ല. ഓക്കെ. ഇനി വാഷിംഗ് അല്ലാതെ ഈ സെറാമിക്കും അതേപോലെ പോളിഷിന്റെ ഒക്കെ റേറ്റ് എങ്ങനെയാ? വാഷിംഗ് അല്ലാതെ പോളിഷിങ് നമ്മുടെ നോർമൽ റേറ്റ് അതിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ നമ്മളൊരു ആനിവേഴ്സറി ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ജനുവരി ഫെബ്രുവരി വരെ നമ്മളൊരു ഓഫർ ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ നമ്മുടെ ഹാച്ച് ബാക്കിന് നമുക്ക് ടെഫ്ലോൺ കോട്ടിംഗ് 3,500 ആയിരുന്നു. ഇപ്പൊ എന്റെ വണ്ടിക്ക് അതാണ് ചെയ്തിരിക്കുന്നത്, 3,500 ടെഫ്ലോൺ കോട്ടിംഗ്. അതിന് എങ്ങനെ വാറന്റി ഒക്കെ പറയുന്നത്? അത് വാറന്റി ആയിട്ടില്ല, അതെന്തായാലും നമുക്ക് ഒരു 8 month 10 month എന്തായാലും വരും. ലാസ്റ്റ് ചെയ്യും. നമ്മള് മുമ്പ് ചെയ്യുന്ന 1 year നമ്മൾ വാറന്റി കൊടുക്കായിരുന്നു. ഇതിപ്പോ എന്തായാലും ഒരു 8 month 10 month ലാസ്റ്റ് ചെയ്യും. ഒരു സാധാരണക്കാരനെ ഈ അവരെ വണ്ടിയിൽ ഈ ടെഫ്ലോൺ ചെയ്യേണ്ട ആവശ്യകത എന്താണ്? എന്തിന്റെയൊക്കെ കേസിൽ ചെയ്യണം? അതെന്ന് നമ്മൾ ചെറിയ കറകളുണ്ട്, നമ്മൾ പാർക്കിങ്ങിൽ നിർത്തിയിടും, അതേ മരത്തിന്റെ ചവിട്ടിലൊക്കെ നിർത്തിയിടും. ചെറിയ കറകൾ നമ്മൾ വീണ് കഴിഞ്ഞാൽ അത് നേരെ ക്ലിയറിലേക്ക് പെയിന്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എത്ര വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവാത്തൊരു സ്ഥിതി വരും. ചെറിയ സമയത്ത് നമ്മൾ പോളിഷ് ചെയ്താലും കിട്ടത്തില്ല. ഇതാകുമ്പോൾ നമ്മൾ ഇങ്ങനെ കോട്ടിങ് അതിന്റെ മുകളിൽ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഉണ്ട് എന്ന് വരുമ്പോൾ അതിന്റെ കോട്ടിങ്ങിലാണ് നമ്മുടെ കറകൾ വീഴുള്ളൂ. അപ്പൊ നമുക്ക് പിന്നെ അതിന്റെ അടുത്ത് വാഷിങ്ങിലോ പോളിഷിങ്ങിലോ ഒക്കെ എല്ലാ കറകളും അതൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റേ പ്രൊട്ടക്ഷന് കുറയും. അതാണ് സ്ക്രാച്ചസ് അല്ല ഇത്. ആരും വിചാരിക്കേണ്ട സ്ക്രാച്ച് റെസിസ്റ്റന്റ് ഒന്നല്ലത്. സ്ക്രാച്ചുകൾ എന്തായാലും നമ്മൾ സാധാരണ വീഴുന്ന സ്ക്രാച്ചുകളൊക്കെ വീഴും. പക്ഷെ എന്താ വെച്ചാൽ ഇങ്ങനത്തെ കറകൾ, ഇങ്ങനത്തെ പാടുകൾ അതൊക്കെ നമുക്ക് മാക്സിമം ഒരു 90% നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ. ഇപ്പോ ചിലർക്ക് ഇവിടെ കൊണ്ടുവന്ന് തരാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോയി എടുത്തിട്ട് വന്ന് ചെയ്ത് കൊടുക്കും, അങ്ങനത്തെ ഓപ്ഷൻ? വാഷിങ്ങിനും പിക്ക് ആൻഡ് ഡ്രോപ്പ് ഉണ്ടോ? ഓക്കെ. ഈ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? നമ്മളിപ്പോ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ സരോവരത്ത് നിന്ന് അശോകപുരത്തേക്ക് പോകുന്ന റൂട്ട് ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ഷോപ്പാണ്. നിങ്ങൾക്ക് വേറെ ബ്രാഞ്ച് ഉണ്ടോ? ഇല്ല, ഇപ്പോൾ ഇതാണ് ഫസ്റ്റ്. ഓക്കെ. ഇപ്പോൾ എൻ്റെ വണ്ടി, അതായത് ഹാച്ച് ബാക്ക് വണ്ടിയൊക്കെ 350 ആണ് ചാർജ് വാഷിങ്ങിനെന്ന് പറഞ്ഞു. ആ ഒരു 350 വാഷിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു തരുന്നത്? നമ്മളതിൽ വരുന്നത് നമ്മുടെ ബോഡി ഫോം വാഷ് ചെയ്തു. ഓക്കെ. ഓട്ടോമാറ്റിക് വാഷ്, പിന്നെ അണ്ടർ ബോഡി വാഷ് ചെയ്തു. ബോട്ടം ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് അണ്ടർ ബോഡി വാഷ്. പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ ക്ലീനിങ്, വാക്വം, ഡാഷ് പോളിഷ്, ഡോർ സൈഡ് സീറ്റ് ക്ലീനിങ്, പിന്നെ ടയർ പോളിഷ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതിന്റെ ഇടയിൽ തന്നെ ചെറിയ ചെറിയ നമ്മുടെ ഓരോ പാടുകൾ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വിടുന്നതിന്റെ എക്സ്ട്രാ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ചില വണ്ടികളുടെയൊക്കെ ഇന്റീരിയർ സീറ്റും അതുപോലെ ആ മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ കറ പിടിച്ച പോലത്തെ കളറിലിരിക്കുന്നതാണ്. അത്തരത്തിലുള്ള വണ്ടിയൊക്കെ എന്തെങ്കിലും വാഷിംഗ് അല്ലാതെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാറ്? നോർമൽ വാഷിംഗ് അതൊന്നും ക്ലിയർ ആവില്ല. അതിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിലിംഗ് 2 hours 3 hours ഇവിടെ വെക്കണം. നമുക്ക് അതിൽ നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. നല്ല വാങ്ങിച്ച പോലത്തെ കണ്ടീഷനിലാക്കി തരാൻ പറ്റും. 90% അതിലുള്ള റേറ്റുകളും പോയിട്ട് നമുക്കൊരു
ഷോറൂം നമുക്ക് കിട്ടിയതിന്റെ ഒരു 90%. നമുക്ക് ചില കറകൾ പോവാത്ത കറകളുണ്ടാവും, മാക്സിമം നമുക്ക് കഴിയില്ല. 90-95% നമുക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. ഓക്കെ. അതുപോലെ ഈ മരത്തിന്റെ അടിയിലൊക്കെ വണ്ടികൾ കൊണ്ടിട്ടിരിക്കുമ്പോഴേ ഇങ്ങനെ കറ കിടക്കുന്ന കാണാം, ഈ കാഷ്ടമൊക്കെ ആയാലും അതൊക്കെ പോകാനായിട്ട് എന്തെങ്കിലും വാഷ് ചെയ്താലും പോവാത്ത ചില കറകൾ കാണാം, അത് കളയാനായിട്ട് എന്തെങ്കിലും ഉണ്ട് ഗ്ലാസ്സിലൊക്കെ ഉള്ള? ഗ്ലാസ്സിൽ നമുക്ക് കറകൾ, നമുക്ക് സ്റ്റെയിൻസ്, അതേമാതിരി വാട്ടർ മാർക്ക് ഗ്ലാസിന്റെ മുകളിൽ വീട് നമുക്ക് കളയാൻ പറ്റും. നമുക്ക് അതിന് ഫുൾ ഗ്ലാസ് അല്ലെങ്കിൽ ഫ്രണ്ട് ഗ്ലാസ് മാത്രമായിട്ട് ചെയ്ത് പോകുന്നവരുണ്ട്, ഫുൾ ഗ്ലാസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതേമാതിരി രാത്രികൾ പോകുമ്പോൾ ഹൈ ബീം അടിക്കുമ്പോൾ ഒരു ഫ്ലെയർ വരുന്നുണ്ട്, അതൊക്കെ ഇതിൽ ക്ലിയർ ആവും. വാട്ടർമാർക്ക് റിമൂവിങ് അത് ക്ലിയർ ചെയ്തു. ഓക്കെ. അതുപോലെ ഞാനിപ്പോൾ ഡീറ്റെയിലിംഗ് ആണ് ചെയ്തത്. ആ ഡീറ്റെയിലിങ്ങിന് നോർമലി ഒരു വണ്ടി തന്നു കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും ചെയ്ത് കിട്ടാനായിട്ട്? സാറിന്റെ വണ്ടി ഒരു കുഴപ്പമില്ല, നമുക്ക് അത് കുറച്ചുകൂടി വൃത്തിയുള്ളതുകൊണ്ട് പെട്ടെന്ന് കഴിയും. നമുക്കൊരു മിനിമം 3 hours എന്തായാലും വേണം. പിന്നെ കണ്ടീഷൻ ഓഫ് കാറാണ്, നമുക്ക് 3 to 6 hours. ഇനി വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച് ഈ റേറ്റ് ചേഞ്ച് വരുമോ? റേറ്റിലൊന്നും വ്യത്യാസമില്ല, നമുക്ക് വർക്കൊന്നും കൂടുന്നുള്ളൂ, റേറ്റ് ഒക്കെ സെയിം അല്ലേ. ഇപ്പൊ എന്താ വൈകിട്ട് ഞാൻ വണ്ടി എടുക്കാൻ വന്നിരിക്കുകയാണ്. ഇപ്പൊ ഇതാ കുറെ വണ്ടികൾ ഇങ്ങനെ വന്ന ക്യൂ കിടക്കുകയാണ് ഇവിടെ. സ്റ്റെപ്സ് കാണിച്ചു തരാം. ആദ്യം വണ്ടി കൊണ്ട് നിർത്തും, അതിനുശേഷം ഇത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിലേക്ക് ഇത്രയും കഴിഞ്ഞാൽ പുറത്തിറങ്ങും. ഇതാണ് ഇവിടുത്തെ സ്റ്റെപ്സ്.